إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് മാർഗദർശനമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും മുൻഗാമികൾ എപ്രകാരം മനസ്സിലാക്കിയോ അപ്രകാരം തന്നെ മനസ്സിലാക്കി റബ്ബിൻ്റെ തൃപ്തിക്കനുസൃതമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ ഉദ്ദേശത്തോടുകൂടിയും ലക്ഷ്യത്തോടുകൂടിയും മാത്രം പ്രവർത്തിക്കുന്നവനാണ്. ഈ കാണുന്ന ആകാശഭൂമികളടങ്ങുന്ന വിശാലമായ പ്രപഞ്ചവും അതിൽ മനുഷ്യരെയും ജിന്നുകളെയും അതുപോലെയുള്ള ജീവികളെയും സൃഷ്ടിക്കുകയും അവയെ കൃത്യമായി പരിപാലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന റബ്ബിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള കൃത്യമായ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് നമ്മോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങളെ നാം വെറുതെ ഒരു ഉദ്ദേശവുമില്ലാതെ വൃഥാ സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയുമില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സഹോദരങ്ങളെ, മുൻകാല പ്രവാചകന്മാരും അതുപോലെ തന്നെ ആ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിലുമെല്ലാം വ്യത്യാസമില്ലാതെ, അഭിപ്രായ വ്യത്യാസമില്ലാതെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത്. നാം ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ച അതിർവരമ്പുകൾ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്നും അല്ലാഹു വെച്ച ആ അതിർവരമ്പുകൾ എന്തിന് നമ്മൾ അനുസരിക്കണം? കൃത്യമായതിന് മറുപടിയുണ്ട്. ഈ ജീവിതത്തെ കൃത്യമായി പരിശോധിക്കുകയും നന്മ തിന്മകൾക്കനുസൃതമായി കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ലോകമുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമെന്നുള്ളത്. എന്നാൽ ഇത് നമുക്ക് അറിയാമെങ്കിലും യാഥാർത്ഥ്യമെന്തെന്നാൽ ദുനിയാവിൻ്റെ അതല്ലെങ്കിൽ
ശൈത്താൻ്റെ പല നിലക്കുള്ള പ്രേരണകളാൽ ഈ വിഷയം നമ്മൾ വിസ്മരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് പരിശോധിക്കേണ്ടതാണ്. കാരണം മുൻഗാമികൾ പറഞ്ഞതായി കാണാം. അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹം ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹം പറയുകയാണ്, മാ തുലിബത്തിൽ ജന്നത്തു ഇല്ലാ ബിൽ യഖീൻ, സ്വർഗം അത് ഇതുവരെ തേടപ്പെട്ടിട്ടില്ല, സ്വർഗം ഒരാളും ആഗ്രഹിച്ചിട്ടില്ല കൃത്യമായ ദൃഢമായ വിശ്വാസമുള്ളവനല്ലാതെ. വലാ ഹറബ മിനൻ നാരി ഇല്ലാ ബിൽ യഖീൻ, നരകത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടില്ല, അതല്ലെങ്കിൽ നരകത്തിലേക്ക് അടുപ്പിക്കുന്നതായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരാളും തന്നെ വിട്ടുനിന്നിട്ടില്ല കൃത്യമായ ദൃഢമായ ആ വിഷയത്തിലുള്ള യഖീനില്ലാതെ. വലാ സ്വബറ അലൽ ഹഖ് ഇല്ലാ ബിൽ യഖീൻ, ഒരാളും തന്നെ സത്യത്തിൻ്റെ മേൽ ക്ഷമയോടുകൂടി അടിയുറച്ച് നിന്നിട്ടില്ല. സത്യം സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമെല്ലാം ഏൽക്കുന്ന ആരോപണങ്ങളും അതുപോലെ തന്നെയുള്ള അക്രമങ്ങളുമെല്ലാം ക്ഷമിച്ച് ധൈര്യത്തോടുകൂടി സ്ഥൈര്യത്തോടുകൂടി ഒരാളും തന്നെ ഉറച്ചു നിന്നിട്ടില്ല ആ ഹക്കിൽ, സത്യത്തിൽ ദൃഢമായ വിശ്വാസമുള്ളവനല്ലാതെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിലും ആ ബോധം എത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അതിന് സഹായകമാകുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ലിബറൽ ചിന്താഗതികളും അതുപോലെ തന്നെയുള്ള പ്രത്യയശാസ്ത്രങ്ങളുമെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ദുനിയാവ് മാത്രമേ ജീവിതമുള്ളൂ, തോന്നിയവന് തോന്നിയതുപോലെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാം, മതനിയമങ്ങളൊന്നും അനുസരിക്കേണ്ടതില്ല എന്നെല്ലാം ആശയപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഈ സമൂഹത്തിൽ നമുക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ യുവാക്കൾക്കിടയിൽ, അതല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറക്കിടയിൽ ഈ വിശ്വാസത്തെ തകർത്ത് കളയാൻ, പരലോക വിശ്വാസത്തെ തകർത്ത് കളയാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാമും നമ്മുടെ കുടുംബത്തിലുള്ളവരും ഈ വിഷയം കൃത്യമായി, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് സഹായകമാകുന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച് മരണപ്പെട്ട പ്രമുഖനായ ഖുർആൻ തഫ്സീറിൻ്റെ വിഷയത്തിൽ അറിയപ്പെട്ട മുഫസ്സിറായ അല്ലാമ മുഹമ്മദ് അമീൻ അശ്ശൻഖീത്തി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ വിഷയം പരാമർശിക്കവേ അദ്ദേഹം സ്ഥാപിച്ച ചില തെളിവുകളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനുള്ള ഒന്നാമത്തെ തെളിവ് ഈ കാണുന്ന, നമ്മൾ ഈ കണ്ട് അനുഭവിച്ച്, അതല്ലെങ്കിൽ നമ്മൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിതം തന്നെയാണ്, അതല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ സൃഷ്ടിപ്പ് തന്നെയാണ് എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മൻ ഖദിറ അലൽ ബുദാഅതി ഖദിറ അലൽ ഇആദ, ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഈ കാണുന്ന പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയവനെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന കോടിക്കണക്കിന് മനുഷ്യരെ സൃഷ്ടിക്കുകയും അവയ്ക്ക് വേണ്ട എല്ലാവിധ സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം സംവിധാനിച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരവസ്ഥ പിന്നീട് ആവർത്തിക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ നാം കളിമണ്ണിൻ്റെ സത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ, പിന്നെ ഭദ്രമായൊരു സ്ഥാനത്ത് നാം അവനെ കൊണ്ടു വെക്കുകയും ചെയ്തിട്ടുണ്ട് മാതാവിൻ്റെ ഗർഭാശയത്തിൽ. ഇന്നും സയൻസിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ അത്ഭുതകരമായ കാര്യമാണ്,
14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രം എവിടെയും എത്തിയിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്രമാത്രം കൃത്യമായി വിശദീകരിച്ച അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾക്കിടയിൽ ജീവിച്ചിരുന്ന അത്തരത്തിലുള്ളൊരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുകയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിലൂടെ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തത്? ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما. ബീജവും അതിനുശേഷം ഭ്രൂണമായും അതിനുശേഷം മാംസപിണ്ഡമായും എല്ലാം രൂപപ്പെടുന്ന ആ ഘട്ടങ്ങൾ കൃത്യമായി വിശദീകരിക്കുകയാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് അങ്ങനെ ഉത്തമമായൊരു സൃഷ്ടിയായി നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. ثم إنكم بعد ذلك لميتون. പിന്നീട് നിങ്ങൾ മുഴുവൻ ആളുകളും മരിക്കാനുള്ളവരാണ്. ഇതുവരെ ഈ ആയത്ത് വരെ പരാമർശിച്ച മുഴുവൻ വിഷയങ്ങളും വിശുദ്ധ ഖുർആനെ ഒരാളും എതിർക്കാതെ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും സ്ഥിരപ്പെടുത്തുന്ന അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു, ثم إنكم يوم القيامة تبعثون. പിന്നീട് നിങ്ങൾ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞത് പല ആളുകൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത്ഭുതകരമായ കാര്യമാണ്. അതിനു മുമ്പുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചത് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ മാത്രമുള്ള കാര്യമാണ്. അതിലൂടെ പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരികയുമുണ്ടായിട്ടുണ്ട്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യമാണ് മരണത്തിന് ശേഷം അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ളത്. അത് അംഗീകരിക്കാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നിസാരമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു വസ്തു ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രയാസകരമായ കാര്യം. ആ ഉണ്ടാക്കിയ വ്യക്തിക്ക് തന്നെ അത് പിന്നീട് ആവർത്തിക്കുക എന്നുള്ളത് പ്രയാസമില്ലാത്ത കാര്യമാണ്, എളുപ്പമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ആദ്യമുണ്ടാക്കിയ സമയത്ത് ആ ഉണ്ടാക്കുന്ന ആദ്യത്തെ സൃഷ്ടിപ്പിൽ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് വിചാരിക്കാമായിരുന്നു പിന്നീട് ഇങ്ങനെ ഒരു സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളത് പ്രയാസകരമാണ് എന്ന്. അതിന് തുനിയുകയില്ല എന്ന്. പക്ഷേ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച വിഷയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നിടത്ത് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമുക്കേവർക്കും പരിചയമായ ആയത്താണ്. സൂറത്തു ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആകാശഭൂമികളെ നാം സൃഷ്ടിച്ചതിൻ്റെ പേരിൽ നമുക്കൊരു പ്രയാസവും ഏൽക്കേണ്ടി വന്നിട്ടില്ല, നാം ക്ഷീണിച്ചിട്ടില്ല എന്ന്. വലഖദ് ഖലഖ്നസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. ആകാശഭൂമികളെയും അവക്കിടയിലുള്ളതിനെയും നാം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. വമാ മസ്സനാ മിൻ ലുഗൂബ്. അതിൻ്റെ പേരിൽ നമുക്കൊരു ക്ഷീണം ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചിന്തിക്കുക സഹോദരങ്ങളെ, ഒന്നാമത്തെ തവണ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്നും ശാസ്ത്രലോകം കണ്ടെത്തി തീർന്നിട്ടില്ലാത്തത്ര വിശാലമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നതിൽ, ഇന്നും അത് നിലനിർത്തുന്നതിൽ, ഒരു കോട്ടവും പറ്റാതെ അതിനെ പരിപാലിച്ചു പോകുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷീണം ബാധിച്ചിട്ടില്ല എന്നാണ്. മാത്രമല്ല അല്ലാഹു പറഞ്ഞു, അഫഅയീനാ ബിൽ ഖൽഖിൽ അവ്വൽ. ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് നാം ക്ഷീണിച്ചു പോയെന്നാണോ അവർ വിചാരിക്കുന്നത്? ബൽഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. പിന്നീട് രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്ന ആ പുതുതായുള്ള ജീവിതത്തെക്കുറിച്ച്, സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ ശക്കിലാണ്, സംശയത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ചിന്തിക്കുക സഹോദരങ്ങളെ, ഒന്നാമത് ഈ കാണുന്ന ഇത്ര വലിയ സൃഷ്ടിപ്പ് നടത്തിയ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് അത് ആവർത്തിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ മറ്റു സ്ഥലത്ത് പറഞ്ഞതായി കാണാം, അല്ലാഹുവിനത് എളുപ്പമാണ് എന്ന്. അതുകൊണ്ട് ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ തെളിവായി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഈ മനുഷ്യൻ എന്നുള്ളത് അല്ലാഹു നമുക്ക് മുമ്പിൽ സൃഷ്ടിച്ച് സംവിധാനിച്ച് ചിന്തിക്കാൻ മാത്രം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ ആകാശഭൂമികളെ വെച്ച് നോക്കുമ്പോൾ എത്രയോ നിസാരമാണ് എന്നുള്ളതാണ്.
അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ചോദിച്ചു, ലഖൽഖുസ് സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിൻ നാസ്. ആകാശഭൂമികൾ സൃഷ്ടിക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ ആ സൃഷ്ടിപ്പ് എന്നുള്ളത് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ എത്രയോ വലുതാണ്. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. പക്ഷെ മനുഷ്യരിൽ അധികം ആളുകളും മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാ. നിങ്ങളാണോ സൃഷ്ടിക്കാൻ പ്രയാസമുള്ളത്, അതല്ല ആകാശമാണോ? ബനാഹ, ആ ആകാശത്തെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നീട് നിങ്ങളെ ഈ നിസാരമായ മനുഷ്യനെ മരണത്തിന് ശേഷം ജീവിപ്പിക്കുക എന്നുള്ളത് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നിസാരമാണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വമൻ ഖദറ അലാ ഖൽഖിൽ അക്ബർ. ഇത്ര വിശാലമായ, ഇത്ര വലിയ സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ളവൻ, ഫലാ ശക്ക അന്നഹു ഖാദിറുൻ അലാ അൻ യഖ്ലുഖൽ അസ്ഗർ. അതിനേക്കാൾ ചെറിയത് സൃഷ്ടിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം നിസാരമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ഒരു ദിവസം പോലും വിട്ടുപോകാതെ ഓർക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. ഈ ചിന്തയില്ലാത്തിടത്തോളം കാലം സഹോദരങ്ങളെ, ഒരാളും സംസ്കാരമുള്ളവനാവുകയില്ല. എന്തിന് തിന്മയിൽ നിന്ന് മാറി നിൽക്കണം? എന്തിന് നന്മ പ്രവർത്തിക്കുന്നവനായി ഈ ഭൂമിയിൽ ജീവിക്കണം? ഈ ലഭിക്കുന്ന നിസാരമായ കാലഘട്ടം സുഖിച്ച് സുന്ദരമായ ആസ്വാദനങ്ങളെല്ലാം ആസ്വദിച്ച് ജീവിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നവർക്കുള്ള നമുക്ക് പറയാനുള്ള മറുപടി ഇതാണ്: ആരായാലും മരിക്കാനുള്ളവരാണ്. ഒരാൾക്കും സംശയമില്ലാത്ത കാര്യമാണത്. അതാണ് അത്ഭുതകരമായ കാര്യം. റബ്ബിനെ നിഷേധിക്കുന്നവനും അംഗീകരിക്കുന്നതാണ്. ഭൂമിയിൽ ഒരുത്തൻ ജനിച്ചിട്ടുണ്ടോ, അവൻ മരിക്കുമെന്നുള്ളത് ഒരാൾക്കും തർക്കമില്ലാത്ത വിഷയമാണ്. ആ ആയത്തിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നാം നേരത്തെ ഓതി വെച്ചത്, നിങ്ങൾ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിട്ടുമാറാതെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ തെളിവ് എന്നുള്ളത് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ ചോദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്ത് മുതൽ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ചിന്തിക്കുക. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുള്ള വിഷയത്തിൽ സംശയത്തിലാണ് എങ്കിൽ, കൃത്യമായി അള്ളാഹു പറയുകയാണ്. അങ്ങനെ ആർക്കാണ് സംശയമുള്ളത്? സംശയമുള്ളവൻ മനസ്സിലാക്കിയിരിക്കട്ടെ. ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നിങ്ങളെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة, പിന്നീട് ബീജത്തിൽ നിന്നും, പിന്നീട് ഭ്രൂണമായും, പിന്നീട് രൂപം നൽകപ്പെട്ടതുമല്ലാത്തതുമായ മാംസപിണ്ഡമായും നിങ്ങളെ രൂപപ്പെടുത്തിയവനാണ് നാം. വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, നാം ഉദ്ദേശിക്കുന്ന കാലഘട്ടത്തോളം ആ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നാം സ്ഥിരപ്പെടുത്തിയവനാണ്, ആ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വളർത്തിയെടുത്തവനാണ്. തുമ്മ നുഖ്രിജുക്കും തിഫ്ല, പിന്നീട് നിങ്ങളെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നൊരു കുട്ടിയായി, വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ, ഒന്നും അറിയാത്തവനായി മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു നാം. തുമ്മലി തബ്ലുഗു അശുദ്ധക്കും, പിന്നീട് നിങ്ങൾ ശക്തി പ്രാപിച്ചു, യുവത്വത്തിലെത്തി, ആരോഗ്യമുള്ളവരായി. പിന്നീടോ വമിൻകും മൻ യുതവഫാ വമിൻകും മൻ യുറദ്ദു ഇലാ അർദിൽ ഉമുർ, നിങ്ങളിൽ ചില ആളുകൾ നേരത്തെ മരണമടയുന്നവരുണ്ട് ആ കൂട്ടത്തിൽ. വമിൻകും മൻ യുറദ്ദു ഇലാ അർദിൽ ഉമുരി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ, അറിവുണ്ടായിട്ടും പിന്നീട് ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് മടക്കപ്പെട്ട് ആയുസ്സിൻ്റെ അങ്ങേ അറ്റത്ത് ധാരാളം വർഷം ജീവിച്ച്, ആയുസ്സിൻ്റെ ഒരു പരിധിവരെ ഏറ്റവും വലിയ കാലഘട്ടം ജീവിച്ച് തീർക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നീട് അല്ലാഹു പറയുകയാണ്, സഹോദരങ്ങളെ, വതറൽ അർദ ഹാമിദ, നിങ്ങൾ ഭൂമിയെ വരണ്ടതായിട്ട് കാണുന്നില്ലേ? ഫഇദാ അൻസൽനാ അലൈഹൽ മാ, ആ ഭൂമിയിലേക്ക് നാം മഴ വർഷിപ്പിച്ചു കഴിഞ്ഞാൽ
ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. ആ ഭൂമി വിണ്ടുകീറുകയും അതിലേക്ക് വെള്ളമിറങ്ങുകയും ആ വെള്ളം മുഖേന ഭൂമിയിൽ നിന്ന് വരണ്ടു കിടന്ന ഒന്നുമില്ലാതിരുന്ന, മുമ്പ് പരിശോധിച്ചു നോക്കിയാൽ ഒരു തരിമ്പ് പോലും അതിൻ്റെ അംശം കാണാത്ത അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ മനുഷ്യനെ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള സസ്യലതാദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കായ്കനികൾ അല്ലാഹു ഉൽപ്പാദിപ്പിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇതുപോലെയാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു കദാലിക്കൽ ഖുറൂജ്, അപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചു കിടക്കുന്ന മനുഷ്യരെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. കൃത്യമായ ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കി തരികയാണ്. എത്രയോ സ്ഥലങ്ങളിൽ, ഇതൊരു സ്ഥലം മാത്രമാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു ഈ ഉപമ എടുത്തു കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ഈമാനിനെ, വിശ്വാസത്തെ അത് ഊട്ടിയുറപ്പിക്കുവാൻ, അതിൽ നിന്ന് നമ്മൾ മാറാതെ ചാഞ്ചല്യമില്ലാതെ നിലനിൽക്കാൻ സഹായിക്കുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എന്നുള്ളത്. അതുമായി ബന്ധമില്ലെങ്കിൽ പിന്നെ എന്താണ് സഹോദരങ്ങളെ മുസ്ലിം നാമം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം? അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, ഒരു മഴത്തുള്ളി വീണിട്ട് അതല്ലെങ്കിൽ മഴ വർഷിപ്പിച്ചിട്ട് ഒന്നുമില്ലാത്ത നിസ്സാരമായ വിണ്ടുകീറി കിടന്നിരുന്ന, വരണ്ട് കിടന്നിരുന്ന ഒരു ഭൂമിയിൽ നിന്ന് എങ്ങനെയാണോ അല്ലാഹു രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന, കായ്കനികൾ ഉൾക്കൊള്ളുന്ന വടുവൃക്ഷങ്ങളെ വരെ അല്ലാഹു ഉൽപ്പാദിപ്പിക്കുന്നത്, ഉണ്ടാക്കുന്നത്, അത് നിങ്ങൾ കാണുന്നില്ലേ? അത് അത്ഭുതമാണ് എങ്കിൽ, അത് അത്ഭുതമായി നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നിസ്സാരമായി നമ്മളെ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ളതാണ്. ചിന്തിക്കുക. ഈ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട. നമുക്കറിയാം ഈ വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ്, പക്ഷെ അതിന് നമ്മൾ ഉറപ്പിക്കണം. അതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. മുസ്ലിമീങ്ങളെ ഈ വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വിളിക്കുന്ന വഴിയിലേക്ക് മുസ്ലിം സമൂഹത്തെ ചലിപ്പിച്ചു കൊണ്ടുപോകാൻ അവർക്ക് എളുപ്പമാണ് എന്നുള്ളതാണ്. ഈ വിശ്വാസം നമ്മൾ എന്ന് കൈവെടിഞ്ഞുവോ അവിടെ നമ്മളെ അധപ്പതനം തുടങ്ങുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ യുവാക്കളോട് ആവർത്തിച്ചോർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ ജീവിക്കുന്ന, അതല്ലെങ്കിൽ നിങ്ങൾ അധിക സമയവും ചെലവഴിക്കുന്ന കലാലയങ്ങളിൽ ഈ വിശ്വാസത്തെ തകർത്ത് കളയാൻ പരിശ്രമിക്കുന്നവരാണ് കൂടുതൽ എന്നുള്ളതും, ആ ആദർശം ഉൾക്കൊള്ളുന്നവരാണ് നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പഠിക്കുമെന്നവനും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ തോളിൽ കൈയിട്ട് നടക്കുന്നവൻ നിങ്ങളുടെ ദീനിനെ, നിങ്ങളുടെ ദുനിയാവ് നമുക്ക് നഷ്ടപ്പെട്ടാൽ പ്രശ്നമില്ല എന്ന് വിചാരിക്കാം. ഏത് സമയവും ഇവിടെ നിന്ന് പോകാനുള്ളവനാണ്. നിങ്ങളെ പരലോകത്തെ നശിപ്പിച്ച് കളയാൻ ആ ആദർശം കൊണ്ട് നടക്കുന്നവൻ്റെ തോളിലാണ് നമ്മൾ കൈയിട്ട് നടക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, യുവാക്കളെ ചിന്തിക്കുക. മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മരണത്തിന് ആരും കീഴൊതുങ്ങേണ്ടി വരും. എത്ര വലിയ ധനികനായിരുന്നാലും മുതലാളിയായിരുന്നാലും ചരിത്രത്തിൽ കീഴൊതുങ്ങിയിട്ടുണ്ട്. ഫിർഔൻ വരെ മരണത്തിന് കീഴൊതുങ്ങിയിട്ടുണ്ട്. നമ്മളും കീഴൊതുങ്ങാനുള്ളവരാണ്. എന്നാൽ ആ മരണത്തിന് ശേഷം വരാനുള്ള ജീവിതം, അതിൽ വിജയിക്കണമെങ്കിൽ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്നതിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസ്സല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരലോക ജീവിതത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി പറഞ്ഞ തെളിവുകളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അക്കൂട്ടത്തിൽ തന്നെ പണ്ഡിതന്മാർ എണ്ണിയ കാര്യമാണ് അല്ലാഹു ഈ ഭൂമിയിൽ വെച്ച് തന്നെ മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്ത ചില ആളുകളുണ്ട്. മരിപ്പിക്കുകയും പിന്നീട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ജീവിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തതിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ, സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാലുള്ള സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു 5 സന്ദർഭം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും.
ഒന്നാമത്തെ സന്ദർഭം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം അദ്ദേഹത്തോട് പറയുകയുണ്ടായി, വൈദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ, അല്ലാഹുവിനെ ഞങ്ങൾ നേരിൽ കാണുന്നതുവരെ മൂസാ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതല്ല. അവരുടെ ധിക്കാരം കാരണം അവർ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅഖദത്കുമുസ് സാഇഖതു വഅൻതും തൻദുറൂൻ, അവർ നോക്കി നിൽക്കെ അല്ലാഹു ഒരു ഇടിത്തി നിമിത്തം അവരെ അല്ലാഹു മരിപ്പിച്ച് കളയുകയാണ്. അവർ നോക്കി നിൽക്കെ അവരെ അല്ലാഹു മരിപ്പിക്കുകയാണ്. പിന്നീട് അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു, സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും, അവരെ മരിപ്പിച്ചതിന് ശേഷം അല്ലാഹു വീണ്ടും അവർക്ക് ജീവൻ നൽകി. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നടന്ന കാര്യമാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി. ഇനിയും നിങ്ങളുടെ ധിക്കാരത്തോടു കൂടി ജീവിക്കാതെ ധിക്കാരം മാറ്റിവെച്ച് അള്ളാഹുവിന് കീഴൊതുങ്ങി അവനയച്ച പ്രവാചകനെ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി അള്ളാഹു മരിപ്പിക്കുകയും മരണത്തിന് ശേഷം അള്ളാഹു ഭൂമിയിൽ വെച്ച് തന്നെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഒരു സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം, ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി. ആ കൊല്ലപ്പെട്ട വ്യക്തി, അദ്ദേഹത്തെ കൊന്നത് ആരാണ് എന്ന വിഷയത്തിൽ അവർ തർക്കത്തിലായി. ഓരോ ഗോത്രങ്ങളും കൈയൊഴിയാൻ തുടങ്ങി, ഞങ്ങളല്ല എന്ന് പറഞ്ഞ് പരസ്പരം പഴിചാരാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളൊരു പശുവിനെ അറക്കുക. ഈ സന്ദർഭം വിശദീകരിക്കുന്നതിനാലാണ് ആ സൂറത്തിന് സൂറത്തുൽ ബഖറ എന്ന് പേര് വന്നത്. നിങ്ങളൊരു പശുവിനെ അറുക്കുക. പശുവിനെ അറുത്തിട്ട് ആ പശുവിൻ്റെ മാംസത്തിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് ഈ വ്യക്തിയുടെ മേൽ അടിക്കാൻ പറഞ്ഞു. അവർ അതുപോലെ ചെയ്യുകയും ആ വ്യക്തിക്ക് അള്ളാഹു ജീവൻ നൽകുകയും ആ വ്യക്തി എഴുന്നേറ്റ് ആരാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് പറയുകയും അള്ളാഹു വീണ്ടും ആ വ്യക്തിയെ മരിപ്പിക്കുകയും ചെയ്തു. ഇത് നടന്ന കാര്യമാണ്. കഥാപുസ്തകത്തിൽ വായിക്കുന്ന കഥകളല്ലത്, എല്ലാ കഥകളല്ല, സങ്കല്പിച്ചുണ്ടാക്കിയ കഥകളല്ല. വിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ചരിത്രം നമുക്ക് മുമ്പിൽ വിശദീകരിച്ചു തരും. എന്തിനാണ് സഹോദരങ്ങളെ ഇതെല്ലാം വിശദീകരിക്കുന്നത്? ഈ ചരിത്രം കേട്ടവർ എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഈ ഭൂമിയിൽ വെച്ച് തന്നെ അള്ളാഹു തെളിവ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മൂന്നാമത്തെ സന്ദർഭം, ഒരു ആൾ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവുകയാണ്. ആ ഗ്രാമത്തിലുള്ള കെട്ടിടങ്ങളെല്ലാം നിലംപതിച്ച് മേൽക്കൂരയോടുകൂടി തന്നെ നിലംപതിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ്. ആ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതിനെ വീണ്ടും രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെയെല്ലാം വീണ്ടും ഭൂമിയിൽ പിന്നീട് അല്ലാഹു ഉണ്ടാക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? ആളുകളെല്ലാം മരിച്ചു കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് തെളിവ് കാണിച്ചു കൊടുക്കുകയാണ്. ആ വ്യക്തിയെ അള്ളാഹു 100 വർഷം മരിപ്പിച്ച് കിടത്തുകയാണ്. 100 വർഷം ആ വ്യക്തിയെ അള്ളാഹു മരിപ്പിച്ചു. പിന്നീട് ആ വ്യക്തിയെ അള്ളാഹു ജീവിപ്പിച്ചു. എന്നിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു, ഖാല കം ലബിസ്ത, നീ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചു? എത്ര നാൾ? ആ വ്യക്തി പറഞ്ഞു, ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഞാൻ ഒരു ദിവസമോ അതല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ചെറിയ ഭാഗമോ ആണ്. തഫ്സീറുകളിൽ മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം, ആ വ്യക്തിയെ മരിപ്പിച്ചത് പകലിലും അള്ളാഹു രണ്ടാമത് ജീവിപ്പിച്ചത് പകലിൻ്റെ അവസാന സമയത്തുമാണ് എന്ന്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ തോന്നുകയുള്ളൂ, ഏതാനും ചില സമയം. പക്ഷെ 100 വർഷമാണ് അള്ളാഹു ആ വ്യക്തിയെ മരിപ്പിച്ചത്. എന്നിട്ട് അള്ളാഹു തെളിവ് കാണിച്ചു കൊടുക്കുകയാണ്, നീ നോക്കുക, ഫൻദുർ ഇലാ തആമിക വശറാബിക ലം യതസന്ന, നീ ആ യാത്രയിൽ നിനക്ക് കൂടെ കൂട്ടിയിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതിനൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. 100 വർഷം മരിപ്പിച്ച് കിടത്തിയിട്ട് 100 വർഷം കൊണ്ട് ആ ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. വൻദുർ ഇലാ ഹിമാരിക വലിനജഅലക ആയത്തൻ ലിന്നാസ്, നിന്റെ കൂടെയുണ്ടായിരുന്ന കഴുതയിലേക്ക് നീ നോക്കുക, ആ കഴുതയാകട്ടെ ജീർണിച്ച അവസ്ഥയിലാണ്. ഒരു 100 വർഷം കൊണ്ട് എന്ത് സംഭവിക്കുമോ അതുപോലെയാണ്. രണ്ടും അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. ആ കഴുതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് എല്ലുകളുമെല്ലാം ചേർത്ത്
അതിൻ്റെ മേൽ മാംസങ്ങൾ പൊതിഞ്ഞ് ആ വ്യക്തിക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ആ വ്യക്തി പറഞ്ഞു എന്നാണ്, ഫലമ്മാ തബയ്യന ലഹു, ആ വ്യക്തിക്ക് വ്യക്തമായപ്പോൾ, ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന്. ഇതാണൊരു സന്ദർഭം. അടുത്ത സന്ദർഭം സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. എല്ലാം സൂറത്തുൽ ബഖറയിലാണ്. റബ്ബേ, മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് നീ എനിക്ക് കാണിച്ചു തന്നാലും, നീ എനിക്ക് കാണിച്ചു തരൂ എന്ന് റബ്ബിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുകയാണ്. അള്ളാഹു ചോദിക്കൂ, ഖാല അവലം തുഅ്മിൻ, നിനക്ക് വിശ്വാസമില്ലേ? ഖാല ബല, അതേ റബ്ബേ വിശ്വാസമുണ്ട്, പക്ഷേ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ ഹൃദയത്തിന് ഒരു സമാധാനം വരാനാണ്. ശൈത്താൻ്റെ വസ്വാസുകളോ മറ്റൊന്നും പിടിപെടാതെ മുഫസ്സിറുകൾ ഇതിനെ വിശദീകരിച്ചതായി കാണാം. കേട്ടുള്ള അതല്ലെങ്കിൽ വഹി നൽകിയിട്ടുള്ള അറിവിനും അപ്പുറം ആ വഹീൻ്റെ അറിവും ഇൽമുൽ യഖീനിൽ നിന്ന് ഐനുൽ യഖീൻ, കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് ദൃഢമായ വിശ്വാസം, അത്രമാത്രം ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചത്. അദ്ദേഹത്തിന് വിശ്വാസമില്ലാതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഖുദ് അർബഅതൻ മിനത് ത്വയ്ർ, 4 പക്ഷികളെ നീ പിടിക്കുക, 4 പക്ഷികളെ നീ പിടിക്കുക. ഫഖുദ് അർബഅതൻ മിനത് ത്വയ്ർ ഫസുർഹുന്ന ഇലൈക സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്ആ, ആ 4 പക്ഷികളെയും നീ അറുത്ത് അതിനെ കഷ്ണം കഷ്ണമാക്കി 4 പർവ്വതങ്ങളുടെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് സുമ്മദ്ഉഹുന്ന, അവയെ നീ വിളിക്കുക. 4 പക്ഷികളെ കഷ്ണം കഷ്ണമാക്കി 4 പർവ്വതങ്ങളുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് നീ വിളിക്കുക. യഅ്തീനക സഅയ, ധൃതിപ്പെട്ട് അവ നിന്റെ അടുക്കലേക്ക് വരുന്നതാണ് എന്ന്. അതുപോലെ സംഭവിച്ചു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസുമാണ്, പ്രതാപിയുമാണ്, ഹക്കീമുമാണ് എന്ന് നീ മനസ്സിലാക്കുക. ഓരോ പ്രവർത്തനത്തിന് പിന്നിലും കൃത്യമായ ഉദ്ദേശത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്നവരാണ് എന്ന് നീ മനസ്സിലാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് സത്യമാണ്. ആര് ഇതിനെ എതിർത്താലും, ആര് ഇതിനെ നിഷേധിച്ചാലും, ഇന്നുള്ള മനുഷ്യരിൽ എല്ലാവരും ഒരാളും വിടാതെ അതിനെ എതിർത്താലും ഇത് വരാനുള്ളതാണ്, സത്യമാണ്. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹാ, ഇതിൽ യാതൊരു സംശയവുമില്ല. അതില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഒരു ലക്ഷ്യവുമില്ലാതെയായി പോകും. അവർ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതിനെയെല്ലാം, ഈ ആകാശഭൂമികളെയെല്ലാം ഞാൻ സൃഷ്ടിച്ചത് വെറും കളിതമാശയായിട്ടാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അല്ലാഹു ചോദിച്ചിട്ടുണ്ട്. ഇല്ല സഹോദരങ്ങളെ, കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിലെ 3 ഘട്ടങ്ങളിൽ മാതാവിൻ്റെ ഗർഭാശയങ്ങളിലുള്ള കാലഘട്ടം 9 മാസമോ ചില്ലറയേ ഉള്ളൂ. ആരും അതിലേറെ കുറെ വ്യത്യാസമൊന്നും ഉണ്ടാകാറില്ല. രണ്ടാമത്തെ കാലഘട്ടം മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന് മരണം വരെയുള്ള കാലഘട്ടമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം 60-നും 70-നും ഇടയിലാണ്. അത് വിട്ടുപോകുന്നവരുണ്ടാകാം, അത് കുറച്ച് മാത്രമേ ഉള്ളൂ. ഏറി വന്നാൽ ഒരു 100 വർഷം, അതല്ലെങ്കിൽ അത്രമാത്രം വർഷമേ ഈ ഭൂമിയിലുള്ളൂ. അതൊന്നാമത്തെ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്, ദൈർഘ്യമുള്ളതാണ്. പക്ഷെ 3-ാമത്തെ ഘട്ടം എന്നുള്ളത് മരണത്തിന് ശേഷമുള്ള കാലഘട്ടമാണ്. അതാകട്ടെ ഒരിക്കലും അവസാനിക്കാത്തതാണ് സഹോദരങ്ങളെ. ഇതെല്ലാം നമ്മൾ കേട്ടിട്ട് നമുക്ക് ചിന്ത വരുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം കേട്ട് തഴമ്പിച്ചു പോയതുപോലെയാണ്. ഒരിക്കലും അവസാനിക്കാത്തത് എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഒരിക്കലും അവസാനിക്കുന്നില്ല. ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ, ഒന്നില്ലെങ്കിൽ സ്വർഗം, അതല്ലെങ്കിൽ കത്തിജ്വലിക്കുന്ന നരകം. സ്വർഗക്കാരോട് നാളെ മരണത്തെ ഒരു ആടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരുമെന്നാണ്. എന്നിട്ട് അതിനെ അറുത്തുകളയും. എന്നിട്ട് നരകക്കാരോട് പറയും, ഖുലൂദുൻ ഫലാ മൗത്ത്,
നിങ്ങൾക്ക് ഇനി ശാശ്വതമായി ഇതിൽ തന്നെയാണ് കഴിയാനുള്ളത്, മരണമില്ല. സ്വർഗ്ഗക്കാരോടും പറയും ഖുലൂദുൻ ഫലാ മൗത്ത്, ഇതിൽ തന്നെയാണ് നിങ്ങൾ കഴിയാനുള്ളത്, നിങ്ങൾക്ക് മരണമില്ല എന്ന്. മരണമില്ലാത്തൊരു ലോകമാണ് സഹോദരങ്ങളെ. അത് ഈ പറഞ്ഞ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടം വെച്ച് നോക്കുമ്പോൾ എത്രയോ തുലനം ചെയ്യാൻ തന്നെ സാധിക്കുമോ? ആ ഒരു ലോകത്തിന് വേണ്ടി പരിശ്രമിക്കാത്തവൻ, അതിനുവേണ്ടി മുന്നോടിയായി ജീവിതത്തെ കൃത്യമായി ചിട്ടപ്പെടുത്താത്തവൻ എത്രയോ ബുദ്ധി അതപ്പതിച്ചു പോയ മൗഢ്യനാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആലോചിക്കുക, ജീവിതം നിസ്സാരമാണ്. മരണം ഏത് സമയത്തും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാം. കൃത്യമായ ലക്ഷ്യത്തോടുകൂടി ഏറ്റവും ഉത്തമമായ ഖൈറായതിനു വേണ്ടി വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ എന്നെന്നും നിലനിൽക്കുന്നതും ഉത്തമമായിട്ടുമുള്ളത് പരലോകമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാകുക. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുക. മക്കളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. നാളെ പരലോകത്ത് നമുക്കവർ ഉപകാരപ്പെടാത്തവരായി പോകാൻ പാടില്ല. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, സമയം കണ്ടെത്തുക. ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.